ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡേഴ്സ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഗിറ്റ്ഹബ് ആക്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു CI/CD പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യാനാട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണയായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് CI/CD പൈപ്പ് ലൈനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാവും നമ്മുടെ പ്രൊജക്ടിന്. നമ്മളിപ്പോ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നോർമലി നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാ? നമ്മളൊരു കോഡ് എഴുതി അത് ടെസ്റ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് നമ്മുടെ റെപ്പോയിലേക്ക് പുഷ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുൾ റിക്വസ്റ്റ് ഇടും. സീനിയർ ഡെവലപ്പേഴ്സ് നമ്മുടെ കോഡ് റിവ്യൂ ചെയ്യും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്ത് കൊടുക്കും. ടെസ്റ്റേഴ്സ് അത് ടെസ്റ്റ് ചെയ്യും. അപ്പൊ സ്റ്റേജിങ് സെർവറിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് ആ കോഡ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പം ഇതൊരു മാനുവൽ പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പൊ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യുവാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഒരേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്? അപ്പൊ അവിടെയാണ് CI/CD പൈപ്പ് ലൈൻ വരുന്നത്. അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ഓർ കണ്ടിന്യൂസ് ഡെലിവറി. നമ്മൾ CI പോർഷൻ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ മാത്രം എടുത്താൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെവലപ്പർ കോഡ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ്, ബിൽഡ്, സെക്യൂരിറ്റി സെറ്റിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുക. എല്ലാ പ്രോസസ്സും ഓട്ടോമാറ്റിക് ആയിട്ട് നടന്ന് ഫൈനലി നിങ്ങളുടെ കസ്റ്റമർ സൈറ്റിലേക്ക്, അതായത് ഇപ്പൊ ക്യൂബർനെറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ചേഞ്ചസ് നിങ്ങളുടെ ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്ററിലേക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു പൈപ്പ് ലൈനിലേക്ക് വരാം. അപ്പൊ CI പോർഷനിലാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കോമൺ ആയിട്ട് ഒരു CI പൈപ്പ് ലൈനിലെ സ്റ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഡ് ഫോർമാറ്റിംഗ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഫോർമാറ്റിംഗ് ചെക്കിംഗ് ആയിരിക്കും. നമ്മുടെ എല്ലാ കമ്പനീസും ഒരു കോഡ് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പം വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ്. മേജർ ആയിട്ട് വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ടൈപ്പ് കൂടെ ചേർത്തിട്ടായിരിക്കും കൊടുക്കുക അല്ലെ. ഇപ്പൊ സ്ട്രിങ് ആണ് STR ഏജ്, അല്ലെങ്കിൽ STR നെയിം, അല്ലെങ്കിൽ ഇന്റ് ഏജ്, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കൊറി എഴുതുമ്പോൾ നമ്മളൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യും. എക്സാമ്പിൾ ലെഫ്റ്റോനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടേബിളിന് ഇത് കൊടുക്കൂലെ. ഇപ്പോ ഇൻവോയ്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഇതുണ്ടായിരുന്നു മറന്നു. അതായത് അങ്ങനെ നമ്മളൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, കോഡ് ഫോർമാറ്റ് ഓക്കെ ആണോ എന്നായിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ചെക്ക് ചെയ്യുന്നത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരും. അടുത്ത സ്റ്റേജിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ടെസ്റ്റ് കേസസ് റൺ ചെയ്യും. ടെസ്റ്റ് കേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരും. ഇവിടെയാണ് നമ്മുടെ കോഡിന്റെ വൾനറബിലിറ്റീസ് ചെക്ക് ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റി വൾനറബിലിറ്റി, ത്രെട്ടൺ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ബാഡ് പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ. ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ഹാർഡ് കോഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ സ്റ്റേജിലായിരിക്കും. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ സോണാർ ക്യൂബ് പോലെ എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാപ്ഷോട്ട് സ്റ്റേജിലേക്ക് വരും. ഈ സ്റ്റേജിലാണ് നമ്മുടെ ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യുന്നത്. അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വരും. നമ്മുടെ പ്രീവിയസ് ബിൽഡ്, ടെസ്റ്റ് സ്റ്റേജ് എല്ലാം കടന്ന് നമ്മുടെ ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്ററിലേക്ക് ഈ ചേഞ്ചസ് നമ്മൾ സെൻഡ് ചെയ്യും അഥവാ ഡിപ്ലോയ് ചെയ്യും. ഒരു ബേസിക് പൈപ്പ് ലൈൻ സ്റ്റേജസ് ആണ് ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വരാം. അതായത് ഞാനൊരു റിയാക്ടിന്റെ പ്രൊജക്ട് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് എങ്ങനെയാണ് CI/CD പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിക്കകത്ത് .github എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മളൊരു YAML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ YAML ഫയലിന്റെ അകത്താണ് നമ്മുടെ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്ത് റൺ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സ്റ്റെപ്പും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വർക്ക് ഫ്ലോയ്ക്ക് ഒരു നെയിം കൊടുക്കണം. ഈ നെയിം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക് ഫ്ലോനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അഥവാ ആക്ഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊജക്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മുടെ ഈ പൈപ്പ് ലൈൻ റൺ ആവേണ്ടത് ആ ഒരു ഇവന്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്റെ കേസിൽ 2 സമയത്താണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എന്റെ ബ്രാഞ്ചിലേക്ക് പുതിയൊരു കോഡ് പുഷ് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത് പുൾ റിക്വസ്റ്റ് ഇടുന്ന സമയത്തും.
ഞാൻ ബ്രാഞ്ചിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അരയായിട്ട് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ നെയിം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മെയിൻ ആയിട്ട് നമ്മൾ പുഷ് മാത്രം എടുക്കുക. നമ്മൾ കോഡ് പുഷ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പൈപ്പ് ലൈൻ ട്രിഗർ ആവുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും നട്ടലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ജോബാണ്. അതായത് എന്താണ് ഈ പൈപ്പ് ലൈനിൽ നടക്കുന്നത്, നമ്മൾ ജോബ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽഡും ടെസ്റ്റും ഒരു ജോബായിട്ട് പറയാം. പിന്നെ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യുന്നത് വേറൊരു ജോബായിട്ട് പറയാം. ക്ലസ്റ്ററിലേക്ക് പുഷ് ചെയ്യുന്നത് ഡിപ്ലോയ് ചെയ്യുന്നത് വേറൊരു സ്റ്റേജ് ആയിട്ട് പറയാം. ഓർ ഒരു ജോബായിട്ട് പറയാം. ഇതെല്ലാം ജോബുകളാണ്. ഇനി എവിടെയാണ് ഇത് റൺ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ജോബ് എടുക്കാം. നമ്മുടെ ബിൽഡും ടെസ്റ്റും ആ ഒരു ജോബ് എടുക്കാം. അപ്പൊ ആ ഒരു ഓരോ ജോബിന് നെയിം നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ നെയിം ഒക്കെ നമ്മൾ കൊടുക്കുന്ന നെയിം ആട്ടോ. ബിൽഡും ടെസ്റ്റും ആണ് നെയിം കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് ഈ പൈപ്പ് ലൈൻ റൺ ചെയ്യേണ്ടത്? അതിന് ഇവര് തന്നെ VM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് ആണ്. പകരം നിങ്ങൾക്ക് വിൻഡോസോ നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ പെർഫോമൻസിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഏത് റണ്ണർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇനി സ്റ്റെപ്പ് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ജോബിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് ആയിട്ട് ഇതൊക്കെ കീവേഡ്സ് ആണ്. സ്റ്റെപ്സ്, നെയിം, യൂസേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ബിൽഡും ടെസ്റ്റും എടുക്കണമെങ്കിൽ നമുക്ക് റെപ്പോസിറ്ററി വേണം അല്ലേ? ടെസ്റ്റ് കേസ് റൺ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ഫയൽ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്റെ റെപ്പോസിറ്ററിനെ ഈ ഒരു റണ്ണറിലേക്ക്, അതായത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു VMലേക്ക് നമ്മൾ പുള്ളി ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിയാക്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് Node.js വേണം, npm വേണം ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ Node.jsന്റെ ലേറ്റസ്റ്റ് വേർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ package.json ഫയലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പെൻഡൻസീസ് ഇല്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടേക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ ടെക്സ്റ്റ് സ്റ്റാക്കിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ Node.jsന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കൊടുക്കണം. പൈത്തണിന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കമാൻഡ്സ് കൊടുക്കണം കേട്ടോ. നമ്മുടെ റിയാക്ട് ആയതുകൊണ്ടാണ് റിയാക്ട് എടുത്തിരിക്കുന്നത്. ഞാൻ വേറെ ഫ്രെയിം വർക്ക് ഒന്നും എടുത്തിട്ടില്ല. നെക്സ്റ്റ്.js പോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണ്. സോ വൈറ്റിന്റെ ബിൽഡ് കമാൻഡ് കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള ആർട്ടിഫാക്ട്സ് ഓർ ഫയലുകൾ ക്രിയേറ്റ് ചെയ്ത് വരും. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റൺ ചെയ്യുക. ഞാനൊരു സിമ്പിൾ ഗ്രീറ്റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ടെസ്റ്റിന്റെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അത് റൺ ചെയ്യും. നിങ്ങളുടെ ജസ്റ്റോ ഏതാണ് നിങ്ങളുടെ ടെസ്റ്റിംഗ് ലൈബ്രറി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കമാൻഡ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോബ് ഇവിടെ തീർന്നു. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളൊരു റണ്ണർ ചൂസ് ചെയ്തു. റണ്ണറിന്റെ അകത്തേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ റെപ്പോസിറ്ററിനെ പുള്ളി ചെയ്തെടുത്തു. എൻവറോൺമെന്റും ഇൻഡിപെൻഡൻസീസും സെറ്റ് ചെയ്തു. നമ്മുടെ ബിൽഡ് എടുത്തു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത ജോബിലേക്ക് വരിക. അടുത്ത ജോബ് എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞു, എനിക്ക് ബേസിക്കലി 3 ജോബ് ഉണ്ട്. ഈ ജോബ് നമുക്ക് പാരലലിയും ചെയ്യാം, സീക്വൻഷ്യലിയും ചെയ്യാം. ഇത് ഡിപ്പെൻഡ് ചെയ്യാത്ത ജോബാണെങ്കിൽ നമുക്ക് പാരലലി റൺ ചെയ്യാം. പക്ഷെ എന്റെ കേസിൽ ഇത് ഡിപ്പെൻഡൻസി ഉള്ള ജോബാണ്. അതായത് ബിൽഡും ടെസ്റ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി, ഡോക്കർ ഇമേജ് എടുത്താൽ മതി. സോ ഞാൻ ഈ ഒരു രണ്ടാമത്തെ ജോബിന്റെ നെയിം ഡോക്കർ ബിൽഡ് ആൻഡ് പുഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നീഡ്സിൽ എന്റെ പ്രീവിയസ് ജോബിന്റെ നെയിം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് റണ്ണായി കഴിഞ്ഞാൽ ഈ ഒരു സെയിം VM തന്നെയാണ്, ഈ ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് ഇതിൽ തന്നെയാണ് ഈ ഒരു ജോബും റൺ ആവുന്നത്. അത് സെയിം ഇത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൈപ്പ് ലൈൻ സക്സസ്ഫുള്ളി റൺ ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു റണ്ണർ ഡിസ്ട്രോയ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഈ ഒരു എഗെയിൻ നമ്മൾ കോഡ് ചെക്ക്ഔട്ട് ചെയ്തു. കാരണം നമുക്ക് ഇത് ഇമേജ് ബിൽഡ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട്, നമ്മുടെ പ്രൊജക്ട് ആവശ്യമുണ്ട്. റെപ്പോസിറ്ററി പുള്ളി ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് ഇമേജ് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ ഹബിലേക്ക് ലോഗിൻ ചെയ്യണം അല്ലെ. ലോഗിൻ ചെയ്യാൻ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്തു. ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊജക്ടിന്റെ റൂട്ട് ഫയൽ ഫോൾഡറിൽ തന്നെ. അപ്പൊ ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബിൽഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്തു. ഫൈനലി എന്റെ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇത്രയും ഞാൻ ഇനി എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇത് പുഷ് ചെയ്തിട്ടുണ്ട്. എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഗിറ്റ് ഹബ് ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഗിറ്റ് ഹബ് വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ഫയലും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഞാൻ ആക്ഷൻ ടാബിലേക്ക് വരുവാണ്.
ആക്ഷൻ ടാബിന്റെ അകത്ത് ഞാൻ ഓൾറെഡി വർക്ക് ഫ്ലോ റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കുന്നില്ല. നമ്മൾ ആകെ 5 മിനിറ്റ്സിന് വീഡിയോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സ്റ്റേജ് അല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, സോറി 2 ജോബ് അല്ലേ ഇത്രയും നേരം പറഞ്ഞത്, സ്റ്റേജ് ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്, കോഡ് ബിൽഡും ടെസ്റ്റും ആണ് അല്ലെ. അത് ഓപ്പൺ ചെയ്യാം. അത് ഓൾറെഡി റൺ ചെയ്തത് കൊണ്ടാണ് അവിടെ ഗ്രീൻ ടിക്ക് വന്നത്. ഇൻ കേസ് എന്തെങ്കിലും എറർ ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് ലൈനിന്റെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ വെച്ച് നിന്നിട്ട് നമുക്ക് മെയിൽ വരും, അലേർട്ട് മെസ്സേജ് വരും. ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് എല്ലാം തന്നെ ഇതിൽ നടക്കുന്നത്. എൻവയോൺമെന്റ് സെറ്റ് ചെയ്തു, റെപ്പോസിറ്ററി പുള്ള് ചെയ്തെടുത്തു, ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, ബിൽഡ് ചെയ്തു. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ജോബ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഓരോ ജോബിന്റെയും പ്രോസസ്സ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഓരോ ജോബ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ആ പ്രോസസ്സ് കഴിഞ്ഞ് സക്സസ്ഫുൾ ആയ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അവിടെ നമ്മൾ ഡോക്കർ റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ എഗെയിൻ കോഡ് ആ ഒരു VMലേക്ക് പുള്ള് ചെയ്തെടുത്തു. അതിന് എന്താ എൻവയോൺമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഡോക്കർ ഹബിലേക്ക് ലോഗിൻ ചെയ്ത് ഇമേജ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആ ഇമേജ് പുഷ് ചെയ്യും. ആ പ്രോസസ്സും കഴിഞ്ഞു. ഇനി ഞാൻ ഈ കോഡിലേക്ക് തിരിച്ചു വന്നാൽ ഈ എന്റെ ഡോക്കർ ഹബിന്റെ യൂസർ നെയിമും ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമല്ലേ. അപ്പം ഇതെവിടെയാ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിപ്പം എൻവയോൺമെന്റ് വേരിയബിൾസ് നമ്മുടെ പ്രൊജക്റ്റിൽ സെറ്റ് ചെയ്യാറില്ലേ, അതുപോലെ കുറച്ച് എൻവയോൺമെന്റ് വേരിയബിൾസ് സീക്രട്ട് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെവിടെയാന്ന് ചോദിച്ചാൽ എഗെയിൻ നമ്മുടെ റെപ്പോസിറ്ററിന്റെ അകത്ത് സീക്രട്സ് ആൻഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ ഒരു ഡോക്കർ ഹബിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡോക്കർ ഹബിന്റെ ടോക്കണും യൂസർ നെയിമും ആണ് വേണ്ടത്. അത് 2 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂസ് സീക്രട്സ് എന്ന് പറഞ്ഞിട്ട് ആ സീക്രട്ടിന്റെ നെയിമും ആ സീക്രട്ടും കൂടെ സേവ് ചെയ്താൽ മതി കേട്ടോ. അത് ഗിറ്റ് ഹബിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേ റെപ്പോസിറ്ററിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് ഈ ഒരു എന്റെ ഗിറ്റ് റെപ്പോയിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് എന്റെ ടോക്കർ ആക്സസ് ചെയ്തിട്ട് ഇമേജ് പുഷ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പം ഈ 2 സ്റ്റേജാണ് ഞാനിവിടെ റൺ ചെയ്തത് കാണിച്ചത്. ഇനി നമ്മുടെ ഗിറ്റ് ഹബിലേക്ക് ഇമേജ് എത്തി നമ്മുടെ സ്നാപ്ഷോട്ട് സ്റ്റേജും കംപ്ലീറ്റ് ആയ ഫൈനൽ സ്റ്റേജ് എന്താണ്, നമ്മുടെ ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്ററിലേക്ക് നമ്മൾ ഈ ഒരു ഇമേജ് പുഷ് ചെയ്യണം അല്ലെ. അത് ഞാൻ റൺ ചെയ്തിട്ടില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് എഗെയിൻ 3ാമത്തെ ജോബ് ഈ ഒരു ഡോക്കർ ഇമേജ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂബർനെറ്റീസ് ക്ലസ്റ്ററിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന ആ ഒരു ജോബാണുള്ളത്. അതിന് പ്രീവിയസിന്റെ അതായത് ഡോക്കർ ഇമേജ് പുഷ് ചെയ്യുന്ന സ്റ്റേജും എഗെയിൻ സീക്വൻഷ്യൽ ആണ്. പ്രീവിയസ് ഡോക്കർ ഇമേജ് കിട്ടിക്കഴിഞ്ഞാണല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് കിട്ടി മീൻസ് ആ സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെയിം VMൽ തന്നെ റെപ്പോസിറ്ററി പുള്ള് ചെയ്തെടുത്തിട്ട് kubectl ഇൻസ്റ്റാൾ ചെയ്യുക, CLI ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡിപ്ലോയ്മെന്റ് ഫയലും കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റ് റൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഇത്ര വേഗത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് 2 വീഡിയോ ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു സിമ്പിൾ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അതായത് CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് റിയാക്ട് പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ക്ലസ്റ്ററിലേക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഒരു CI പോർഷൻ ഈ ഡോക്കർ ഇമേജ് പുഷ് ചെയ്യുന്നത് വരെ ചെയ്തിട്ടുള്ളൂ. ഇനി ജെങ്കിൻസ് യൂസ് ചെയ്തിട്ട് ക്യൂബർനെറ്റീസിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊജക്ട് ഗിറ്റ് ഹബ് അല്ല ജെങ്കിൻസിലും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് അതായത് ഈ ഒരു കോഡിന്റെ ടെസ്റ്റ് റണ്ണ് തൊട്ട് ഡിപ്ലോയ്മെന്റ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 വീഡിയോന്റെയും കമന്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരിക, എന്താണ് CI/CD പൈപ്പ് ലൈൻ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു സിമ്പിൾ ഐഡിയ തരാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഈ ഡീറ്റെയിൽഡ് വീഡിയോന്റെ 2 വീഡിയോന്റെയും കമന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.